കപ്പലുകളുടെ അപകടവുമായി ബന്ധപ്പെട്ടാണ്. അതിന് അന്താരാഷ്ട്ര നിയമങ്ങൾ കൃത്യമായിട്ടുണ്ട്. അത് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിലുമൊക്കെ കൃത്യമായി പ്രതിഫലിക്കുന്നതാണ് ഇത്തരം ഇടപെടലുകൾ. അതുകൊണ്ട് ആ സൂക്ഷ്മതയോടുകൂടി മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. എന്താണ് ഇതിൽ കേസെടുക്കുമ്പോൾ കേരളം അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റൽ പോലീസൊക്കെ നേരിടേണ്ടി വരുന്ന നിയമ നടപടികൾ എന്നതാണ്? ഇപ്പം ഇന്നലെയാണ് ഈ കോസ്റ്റൽ പോലീസ് ഈ കേസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാം പ്രതി ഈ കപ്പൽ കമ്പനിയാണ്, രണ്ടാം പ്രതി ക്യാപ്റ്റനാണ്. അതോടൊപ്പം തന്നെ ഈ ക്രൂവിന്റെ ജീവനക്കാർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അടുത്ത നടപടി ഇവർ ഏറ്റവും വലിയ ആശ്വാസം ഇത്രയും ദിവസം വൈകിയപ്പോൾ ഇവർ ഇന്ത്യ വിട്ടു പോയോ അല്ലെങ്കിൽ കേരളം വിട്ടു പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ഇപ്പോഴും കൊച്ചിയിലെ ഹോട്ടലിൽ തന്നെ താമസിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇവരെ ചോദ്യം ചെയ്യുക, അത് കഴിഞ്ഞ് അറസ്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പം ഈ നഷ്ടം സംബന്ധിച്ച് വിശദമായൊരു റിപ്പോർട്ട് തയ്യാറാക്കണം. നമുക്കറിയാം എത്രയോ കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിരിക്കുന്നു. അതിലെ എന്തൊക്കെ സാധനങ്ങളാണ് അതിൽ കയറ്റിക്കൊണ്ടുപോയത്, ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് ഒപ്പം ഇതിൻ്റെ പാരിസ്ഥിതിക ആഘാതം ഇതെല്ലാം കൃത്യമായി വിലയിരുത്തിയ ശേഷം മാത്രമാണ് എത്ര വലിയ അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഈ അപകടം കൊണ്ട് സംഭവിച്ചത് എന്ന് വ്യക്തമാകും. അതെ, നഷ്ടം സംബന്ധിച്ചൊരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. നേരത്തെ ദേശീയ ഹരിത ട്രൈബ്യൂണലും ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനും ആ ഒരു വിലയിരുത്തൽ നടത്താനും നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് തീർച്ചയായും നഷ്ടപരിഹാരം നിശ്ചയിക്കണം എന്നുള്ളതാണ്. അത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല. ഈ പരിസ്ഥിതി ആഘാതമൊക്കെ പറയുമ്പോൾ ഇന്നോ നാളെയോ ഉണ്ടാകുന്നില്ല. വ്യാപകമായ ഒരു വിപത്താണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അളവ് കണ്ടെത്തുക എന്നുള്ളത് വലിയ പ്രയാസമേറിയ കാര്യമാണ്. പക്ഷെ അതിലേക്ക് കൂടി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കടക്കേണ്ടതുണ്ട്. അവിടെയാണ് നഷ്ടപരിഹാരം ഇല്ല എങ്കിൽ നിയമ നടപടിയിലേക്ക് നീങ്ങണമെന്നാണ്. അപ്പോൾ നേരത്തെ ക്യാപ്റ്റൻ റിയാസ് സൂചിപ്പിച്ച പോലെ MSC കമ്പനി തന്നെ ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ അവർ സാമ്പത്തികമായി ഇതിൻ്റെ ഒരു നഷ്ടപരിഹാരം അവർ നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് സർക്കാരുമൊക്കെ തീരുമാനിക്കേണ്ട വിഷയമാണ്. അങ്ങനെ അവർ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത നിയമ നടപടികളിലേക്ക് പോകേണ്ടതായി വരും. അതായത് ഒരു തർക്കമുണ്ടെങ്കിൽ ഇപ്പോൾ എൻട്രിക്ക ലെക്സോ ഒക്കെ നേരത്തെ നമ്മൾ സംസാരിച്ചു. അതിൽ പറഞ്ഞപ്പം ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഇറ്റലിയിലേക്ക് പോയ ആളുകൾ പിന്നെ തിരിച്ചു വരില്ല. അങ്ങനെ ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള ബന്ധം തന്നെ വഷളാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും ഈ വിഷയം ഇതിലൊരു തർക്കമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ആദ്യം ഹൈക്കോടതിയിലാണ് ഈ വിഷയം ഉന്നയിക്കേണ്ടത്. അവിടെയാണ് കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ MSC എൽസ 3യിൽ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉടമകളുടെ ഒരു നിയമ നടപടികൾ അവരെങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്ന് വരും ദിവസങ്ങളായിരിക്കും ഒരുപക്ഷെ അറിയാൻ പോവുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ അധികാര പരിധിക്ക് ഈ വിഷയങ്ങളിൽ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്ന് സ്വീകരിക്കേണ്ട നടപടികൾ നമ്മൾ എടുക്കുന്നു. പിന്നീട് അത് അടുത്ത കേന്ദ്രവും അങ്ങനെ ആ നിലയ്ക്ക് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. എന്തായാലും നഷ്ടപരിഹാരം ലഭിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതിന് കാരണമായി മാറുക സ്വാഭാവികമായിട്ടും ആദ്യ ഘട്ടത്തിൽ എടുക്കുന്ന നടപടികളാണ്.